ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ റോഡ് കൊടുത്തിട്ട് ഇവിടെ കാണാം, ഒരു ചെറിയ റോഡ്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് ഏകദേശമൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഈ ഭാഗത്താണ് കുറച്ചും കൂടെ മണ്ണ് നിറക്കാനുള്ളത്. അതൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ സൈഡിൽ ആണ് ഇനി ടാറിങ് ചെയ്യാത്തത്. കുറച്ച് ഭാഗത്ത് അവിടെ ടാറിങ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് കൂടുതൽ നടക്കാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വളാഞ്ചേരി ഒന്നെണ്ണാണ് ഇവിടെ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ഭാഗത്ത് 2 എണ്ണം. അപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ ഒട്ടും സ്ലോ അല്ല, വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. അവസാനിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പൊരു വീഡിയോ ചെയ്യാൻ വന്ന സമയത്തൊക്കെ വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വരെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളാഞ്ചേരി ബൈപ്പാസിൽ വട്ടപ്പാറ എന്ന ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പുതുതായി ഒരുപാട് വർക്കിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടുന്ന് വട്ടപ്പാറ വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗം മുതൽ വയഡക്റ്റിൻ്റെ അവസാനത്തിൽ നിന്നും വീണ്ടും നമ്മൾ പാടത്തിലൂടെ നമ്മൾ ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം വരെയാണ് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്ത് വർക്കുകൾ മണ്ണെടുത്ത് മാറ്റുന്നത് നമുക്ക് കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സൈഡിൽ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചു വിട്ടിട്ടുണ്ട്. ഈ ഇടത് ഭാഗത്തൂടെ ഇവിടെ റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സൈഡിൽ ആ ഭാഗത്താണ് ഇപ്പോൾ കുറച്ച് ഭാഗത്താണ് മണ്ണുള്ളത്. അത് മാറ്റിക്കൊണ്ട് റോഡിൻ്റെ വീതിയിലേക്ക് ഇവിടെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരുന്ന കാണാം. ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് കഞ്ഞിപ്പുര ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മണ്ണെടുത്ത് മാറ്റാനുള്ളത്. ഇനി വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ ഭാഗത്ത് ഒരു സൈഡിൽ മണ്ണെടുത്ത്, പഴയ റോഡാണത്, പഴയ റോഡിൽ നിന്ന് മണ്ണെടുത്ത് ലെവൽ ചെയ്തേക്കണ്. ഇത് നമുക്ക് ആ ഭാഗത്തേക്ക് വയഡക്റ്റിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ഭാഗത്ത് ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത വലിയ പാറകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നൊരു കാഴ്ചയാണത്. പിന്നെ മറ്റൊരു മാറ്റം ഇവിടെ വന്നിട്ടുള്ളത്, പുതുതായിട്ട് വന്നിട്ടുള്ളത്, ഇവിടെ നമുക്ക് കാണാം ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നത് കാണാം. ഇതിൻ്റെ അടിയിലൂടെ ഒരു ഡ്രെയിനേജ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വലിയ പാറകളൊക്കെ ആയിരുന്നു, ആ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഇതിന് മുന്നേ തന്നെ ഇവിടെ ഒരു കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സർവീസ് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സർവീസ് റോഡിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. നമുക്ക് കാണാം ഇവിടെ ഒരു ഡ്രെയിനേജ് കൊടുക്കുന്നുണ്ട്. വട്ടപ്പാറ ഭാഗത്ത് വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഓരോ ദിവസവും പുതുതായിട്ടുള്ള മാറ്റങ്ങൾ. നമുക്കിനി പാലത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ ഈ സെൻറ്റർ ഭാഗത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം, നമുക്ക് മുകൾ ഭാഗത്തൊക്കെ വലിയ മൺകൂനകളായിരുന്നെങ്കിൽ അടിഭാഗത്തേക്ക് വരുമ്പോൾ നല്ല സ്ട്രോങ് ആയ പാറയാണ്. ആ പാറയൊക്കെ പൊട്ടിച്ചെടുക്കുന്നൊരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുറച്ച് റിസ്കി ആയിട്ടാണ് ഇപ്പോൾ ക്രെയിനുകൾ, ഇറ്റാച്ചിയൊക്കെ, JCB ഒക്കെ വർക്ക് എടുക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വട്ടപ്പാറൻ്റെ വർക്ക്. ഈ ഭാഗത്തുനിന്ന്, തുടക്ക ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണിത്. കണ്ടില്ലേ, അവിടെ ഡ്രില്ല് ചെയ്താണ് അവർ, ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡ്രില്ല് ചെയ്യാണ്.
ഇവിടെ വണ്ടികളൊക്കെ തകർത്താടാണ് കേട്ടോ. ഹിറ്റാച്ചികളൊക്കെ 3 എണ്ണമാണ് ഇവിടെ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ഭാഗത്ത് 2 എണ്ണം. അപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ ഒട്ടും സ്ലോ അല്ല, വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. വളരെ വേഗത്തിൽ ഇവർ കല്ലും മണ്ണൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കാണാം വയഡക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം. വയഡക്റ്റിൻ്റെ ഒപ്പം ഏകദേശം എത്തിയിട്ടുണ്ട്. മണ്ണ് ലെവൽ ചെയ്ത് കട്ട വെച്ചുള്ള വർക്ക്. ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള വർക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കല്ലും മണ്ണൊക്കെ എടുത്ത് മാറ്റി ലെവൽ ചെയ്യാണ്. അതാണിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. സ്ട്രോങ് ആയ പാറ ഉള്ള ഭാഗത്താണ് ഇവർ വെടി പൊട്ടിച്ചാണ്ട് അങ്ങനെയാണ് എടുത്ത് മാറ്റുന്നത് പാറ. അത് പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഇതുപോലുള്ള JCB ഇതുപോലുള്ള വണ്ടികളൊക്കെ ഉപയോഗിച്ചാണ് പൊട്ടിച്ചെടുക്കുക, മാറ്റേണ്ടത്. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് താഴ്ഭാഗത്തേക്കും വയഡക്റ്റിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു നല്ലൊരു അടിപൊളി കാഴ്ച. അപ്പോൾ ഇനി വർക്ക് വളരെ വേഗത്തിലാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. അതാണ് ആ ലാസ്റ്റ് ഭാഗത്ത് ഇപ്പോൾ മണ്ണ് കോരുന്ന ഭാഗത്താണ് നമ്മുടെ കഞ്ഞിപ്പുര ഭാഗം. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇനി വർക്ക് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നത് വർക്കിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇനി വളരെ കുറച്ച് ഭാഗത്താണ് ഇനി മണ്ണ് അവിടെയൊക്കെ എടുത്ത് മാറ്റാനുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഇവിടെയാണ് ഇപ്പോൾ കൂടുതലും മണ്ണുള്ളത്. അതെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണിച്ചതാണ്, എന്നാലും ഒന്ന് കാണിക്കുക. ഇതാണ് പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നുള്ള ഒരു വർക്കിൻ്റെ കാഴ്ചകൾ. വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നൊരു റോഡ്. ഈ ഭാഗത്ത് സെൻറ്റർ ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് കാണിക്കുമ്പോൾ ഇതാണ് നമ്മുടെ റോട്ടിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. പാലത്തിൻ്റെ അടിയിൽ ഇനി ഒന്നും കാണിക്കാനില്ല, എല്ലാം കണ്ടതാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചാണ്. ഇനി മുകൾ ഭാഗത്ത് നമ്മൾ കട്ട വെച്ചുള്ള വർക്ക് കഴിഞ്ഞ ഭാഗത്തേക്കൊന്ന് നോക്കാം, എത്രത്തോളം വർക്ക് നടന്നിട്ടുണ്ടെന്ന്. അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് വയഡക്റ്റിൻ്റെ മറ്റുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതാണ് വയഡക്റ്റും ഈ കട്ട വെച്ചുള്ള ഭാഗം കൂടി ജോയിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം നമുക്ക്. മുകൾ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഏരിയൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരിക. ഇതാണ് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് കട്ട വെച്ചുള്ള വർക്ക് കാണാം. നമുക്ക് ഇനി മുകൾ ഭാഗത്ത് പോയി നോക്കാം. അവിടെ മണ്ണ് നീക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇതാണ് ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ കാണുന്നത്. ഈ ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്ത് പാലത്തിൻ്റെ ഹൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെയാണ് കോൺക്രീറ്റ് നടന്നിട്ടുള്ളത് പുതുതായിട്ട്. ഇതാണ് പാലവും ഈ കട്ട വെച്ചുള്ള ഭാഗം കൂടെ ജോയിൻറ്റ് ചെയ്തൊരു ഭാഗം. ഇപ്പോൾ ഇതിലൂടെ വാഹനങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റും. ഇനി ഇവിടെ ജോയിൻറ്റിങ് നടക്കേണ്ടതുണ്ട്. ഇതാണ് ജോയിൻറ്റിങ് മറ്റൊരു ഭാഗം. ഇങ്ങനൊരു ഭാഗത്ത് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജോയിൻറ്റിങ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു.
ഇതാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് ജോയിൻറ്റിങ് നടക്കാണ്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ വയഡക്റ്റൊക്കെ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയഡക്റ്റിൻ്റെ മുകളിൽ ഇപ്പോൾ ഫിനിഷിങ് വർക്കുകൾ കുറച്ച് ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ ഇനി വർക്കുകൾ നടക്കേണ്ടതുള്ളത്, കൂടുതലായിട്ട് വർക്കുകൾ നടക്കേണ്ടതുള്ളത്. ഇപ്പോൾ കുറച്ച് ഭാഗത്ത് കട്ട വെച്ച് ലെവൽ ചെയ്ത് മണ്ണ് ലെവലായിട്ടുണ്ട്. ഇനി ആ വലിയ കുന്നിൻ്റെ അവിടെ നിന്നുള്ള മണ്ണ് എടുത്ത് മാറ്റിയാലേ ലെവലാവും, വർക്ക് ക്ലിയർ ആവുള്ളൂ. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. വയഡക്റ്റിൻ്റെ മുകളിൽ ഇനി വരാനുള്ള ചെറിയ വർക്കുകൾ, പെയിൻറ്റിങ്, അതുപോലെ ലൈറ്റിൻ്റെ കാല് കൊടുക്കുന്നത്. ആ ഭാഗത്തൊക്കെ ലൈറ്റിൻ്റെ കാല് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്തൊക്കെ. ഇപ്പോൾ ഇതിലൂടെ നമുക്ക് അങ്ങോട്ട് വാഹനം ഓടിച്ച് പോകാൻ പറ്റും. പക്ഷേ അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുന്നേ കാണിച്ചതുകൊണ്ട് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് പാടത്ത് പോയിട്ട് കാണാം. പാടത്ത് വർക്ക് നടക്കുന്നുണ്ട്. അതാണ് ഇനി നമുക്ക് അവിടെ കൂടുതൽ വർക്കുകൾ നടക്കുന്ന ഒരു ഭാഗം. പാടത്ത് അവിടെ പുതുതായിട്ട് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പൊരു വീഡിയോ ചെയ്യാൻ വന്ന സമയത്തൊക്കെ വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വരെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വാഹനങ്ങളൊക്കെ കയറ്റി പോകാൻ പറ്റുമായിരുന്നു. അതൊക്കെ എടുത്തു മാറ്റി ഇപ്പോൾ ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്കൊരു സർവീസ് റോഡ് പോലെ. ഇത് ഈ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടർപാസിൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊരു സംശയമാണ്. കാരണം ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ വലിയൊരു വയഡക്റ്റ് ഇവിടെ ഉണ്ട്. വയഡക്റ്റിൻ്റെ താഴ്ഭാഗത്ത് കൂടെ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ പറ്റും. ഇതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന അവിടെ ഒരു മഞ്ഞ ബോർഡ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ഭാഗത്ത് ഉള്ള ബോർഡിൻ്റെ അടുത്താണ്, കാണുന്ന ബോർഡിൻ്റെ അടുത്താണ് ഒരു റോഡ് വരുന്നത്. ഈ റോഡിലേക്ക് കടന്നു പോകാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു അണ്ടർപാസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്ര ഈ ഒരു അണ്ടർപാസിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗത്ത് പോലും ഇവർ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രണ്ടത്താണി ഭാഗത്തൊന്നും ഒരു അണ്ടർപാസ് വരാത്തത് വളരെ വലിയൊരു സങ്കടം തോന്നി. അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരുപാട് ഭാഗത്ത് ഇതുപോലെ അണ്ടർപാസിന് ആവശ്യമുള്ള ഭാഗത്ത് കൊടുക്കാതെ പോയിട്ടുണ്ട്. രണ്ടത്താണി ഭാഗത്ത് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ളൊരു ഭാഗമായിരുന്നു. അവിടെ പോലും അണ്ടർപാസ് വന്നില്ല. ഇങ്ങനെയുള്ള ഈ വയഡക്റ്റിൻ്റെ താഴ്ഭാഗത്തു കൂടെ വാഹനങ്ങൾക്ക് കടന്ന് തിരിച്ച് അങ്ങോട്ട് ആ റോട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഈ ഭാഗത്താണ് ഇപ്പോൾ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. ചെറിയതാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർപാസ്. ചെറുതാണെങ്കിലും ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. ഈ വരുന്ന റോഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതാണ് നേരത്തെ അപ്പുറത്ത് ഞാൻ കാണിച്ച ആ റോട്ടിലേക്ക് കടന്നു പോകാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വയഡക്റ്റിൻ്റെ അടിഭാഗത്തു കൂടെ ഈ റോട്ടിലേക്ക് കണക്റ്റ് ആക്കാൻ പറ്റും. എന്നിട്ടും ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് ആ ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കുകൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ പാടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി പാടത്തുള്ള മറ്റുള്ള കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ് നോക്കാം. പാടത്തിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ പോയി നോക്കാം. അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലെ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നൊരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ കാണാം ഇതിൻ്റെ വണ്ടി ലെവൽ ചെയ്യുന്ന റോഡ് റോളറൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ ഭാഗത്തും ഇപ്പം മണ്ണ് ലെവൽ ചെയ്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലോറികളാണ് ഇവിടെ കാണുന്നത്. എല്ലാ ഭാഗത്തും ഇപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് നിറക്കുകയാണ്. അതിൻ്റെ വർക്കാണ് കൂടുതൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പം ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞതല്ല, നേരത്തെ കണ്ട ഒരു അണ്ടർപാസിൻ്റെ കാര്യം ആരും ഇനി കമൻറ്റിലൂടെ എഴുതണ്ട. എന്താണെന്ന് പറയുകയാണെങ്കിൽ എല്ലാ ആ ഭാഗത്തും നമുക്ക് ആവശ്യമുള്ള ഭാഗത്തൊക്കെ നമുക്ക് അണ്ടർപാസുകൾ വേണം.
അപ്പോൾ രണ്ടത്താണി ഭാഗത്ത് വളരെ അത്യാവശ്യമുള്ളൊരു ഭാഗമായിരുന്നു, അവിടെ കാണാത്തതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തുള്ള എന്തൊക്കെയാണ് അവിടെ വർക്ക്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇവിടെ വരെ വന്നിരുന്ന അന്ന് കാണുന്നതിലും കുറച്ചും കൂടെ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഈ മണ്ണ് നിറക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം തോടിൻ്റെ കുറുകെ ഒരു ചെറിയൊരു പാലം വന്നിട്ടുണ്ട്. ആ പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പാലത്തിൻ്റെ ഏകദേശം അടുത്ത് വരെ മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഏകദേശം പാലത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇനി മണ്ണ് നിറക്കാനുള്ളത്. ഇവിടെ പാലത്തിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഇനി പാലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മണ്ണും ഈ പാലം കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഇവിടെ കോൺക്രീറ്റിങ് ചെയ്യാനുണ്ട്, അതിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു നമുക്കൊരു കോട്ടക്കലൊക്കെ കാണുന്ന പോലെ ഒരു ഉദ്യാനപാതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടക്കൽ ഭാഗത്ത് ഇതേപോലെ ഒരു ഉദ്യാനപാതയൊക്കെ ഉണ്ട്, അതുപോലെ തോന്നി കണ്ടപ്പോൾ. അപ്പോൾ ഇതാണ് ഈ പാടത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുമ്പോൾ ഉള്ള വർക്കിൻ്റെ കാഴ്ചകൾ. ഓപ്പോസിറ്റ് സൈഡിലേക്കും വരുമ്പോൾ കാണുന്നത് ഈ ഭാഗത്തും ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് കൂടുതൽ ഭാഗം മണ്ണ് ലെവൽ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ പാലത്തിൻ്റെ ഹൈറ്റിലേക്ക് ആയിട്ടുണ്ട്. ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മുൻഭാഗത്ത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് ആണ് ഈ പാലം ഈ വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്നൊരു ഭാഗമാണ് ഇവിടെ. ഇവിടെ നമുക്ക് കാണാം ഒരു തോടൊക്കെ, ഈ തോടിൻ്റെ മുകളിലൂടെയാണ് വന്നിട്ടുള്ളത് ഈ പാലം. ഇവിടെ സൈഡിൽ ഭിത്തി കെട്ടുന്നതൊന്നും ഫുള്ളായിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടേ കാരണം ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിലും നമ്മൾ അതുപോലെ ഒരു കാഴ്ച കണ്ടു. റോഡ് വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെയാണ് ചില ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ഭിത്തിയൊക്കെ കെട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഇപ്പം മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവന്ന ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതോടെ അവിടം എത്തുമ്പോഴേക്കും നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുകയാണ്. അവിടം വരെ എത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഇതാണ് നമ്മുടെ വട്ടപ്പാറ വയഡക്റ്റ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വെറുതെ ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ്. ഇത്രയും ദൂരത്തേക്കാണ് നമ്മുടെ വയഡക്റ്റ് കടന്നു വരുന്നത് ഇവിടേക്ക്. അപ്പോൾ റോഡ് ലെവൽ ചെയ്ത ഭാഗത്തൂടെ ഇപ്പോൾ നമ്മൾ കടന്നു വന്നത്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസ് ഇവിടെ നിന്നൊരു ചെറിയൊരു റോഡ് കടന്നു പോകുന്നുണ്ട്. ആ റോഡിൻ്റെ ഭാഗമായിട്ടാണ് ഒരു അണ്ടർപാസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ റോഡ് കൊടുത്തിട്ട് ഇതാ കാണാം, ഒരു ചെറിയ റോഡ്. ഏത് ഭാഗത്തേക്കാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല, നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് അണ്ടർപാസ് കൊടുത്തത്. അതിൻ്റെ ഒപ്പം മണ്ണിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ മണ്ണ് നിറച്ചത് ലെവൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഇതാണ് ആ റോഡ്. ഇവിടെ നമുക്ക് കാണാം ഒരു ചെറിയ തോട് പോലെ, ഒരു സർവീസ് റോഡാണോ തോടാണോ അറിയില്ല. അങ്ങോട്ട് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു വാള് കാണാം. പാടമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് കൊടുത്തതാണെന്ന് അറിയില്ല. ഇവിടെയും കാണാം നമുക്കൊരു ചെറിയൊരു തുടക്കട്ടക്കണേ. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് ഏകദേശമൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഈ ഭാഗത്താണ് കുറച്ചും കൂടെ മണ്ണ് നിറക്കാനുള്ളത്. അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് നമ്മുടെ മുക്കിൽപീടിക ഭാഗം എത്താറായിട്ടുണ്ട്. ഒനിയൻ പാലം എന്ന് പറയുന്ന ഭാഗമാണെന്ന് തോന്നുന്നത് ഇത്. ആ ഭാഗത്തും ഒരു ചെറിയൊരു അണ്ടർപാസ് പോലെ എന്തോ കാണുന്നുണ്ട്, തോടാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം.
പാടമായതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് തോടുകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഒരു തോടിൻ്റെ കുറുകെ ഒരു ചെറിയൊരു പാലം കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ചയാണത്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ആ പാലത്തിൻ്റെ ഒരു ചെറിയൊരു കൈവരിയൊന്നുമില്ല, ഒരു ഡ്രെയിനേജ് സിസ്റ്റം പോലെയാണ് കൊടുത്തിട്ടുള്ളത്. തോടിൻ്റെ കുറുകെ കുറച്ച് വലുതാണെന്നുള്ളൂ. അതാണ് ഇവിടെ കാണാൻ സാധിക്കും. മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഒരു ചെറിയൊരു ഡ്രെയിനേജ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ ഒരു പാലം പോലെ തോന്നും, എങ്കിലും ഇത്രയും വലിയ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഡ്രെയിനേജാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം. അപ്പോൾ ഈ പാടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെള്ളം ഒഴുകി പോകാനുള്ളതായിരിക്കാം. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു തോടിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പാലം വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള തോടിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഒരു പാലം. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് കരിങ്കല്ല് ഒരു ലോക്ക് ചെയ്ത സിസ്റ്റത്തിലാണ് അവിടെ മതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ സൈഡിലൊക്കെ കാണുമ്പോൾ ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ആ തോടിൻ്റെ കുറുകെ വന്നിട്ടുള്ള പാലം. ഈ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ സൈഡിൽ ആണ് ഇനി ടാറിങ് ചെയ്യാത്തത്. കുറച്ച് ഭാഗത്ത് അവിടെ ടാറിങ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് കൂടുതൽ നടക്കാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വളാഞ്ചേരി ഭാഗത്തെത്താറായി. മുക്കിൽ പീടിക ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അതിൻ്റെ അണ്ടർപാസ്, അതിൻ്റെ അടുത്ത് വരെ ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഈ ഭാഗത്തൊക്കെ ഇനി ഇതുപോലെ ജോയിൻറ്റിങ് ഒക്കെ നടക്കാനുണ്ട്. ഈ ഭാഗത്തും കാണാം നമുക്ക് മണ്ണും പാലവും തമ്മിൽ വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ ഇവിടെയും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് ഹൈവേയിലേക്ക് കയറി വരുന്നതും അതുപോലെ ഇറങ്ങിപ്പോകുന്നതുമായിട്ടുള്ള ഭാഗത്ത് ടാറിങ് കഴിഞ്ഞ ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചത്. ഇതാണ് ഇവിടെ നിന്നുള്ള ലാസ്റ്റ് ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. ബൈപ്പാസ് അവസാനിക്കുന്നതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് കുടന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയും കട്ട വെച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ആ അണ്ടർപാസിൻ്റെ അതുവരേക്കുള്ള ഭാഗത്തേക്ക് മണ്ണ് ലെവൽ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള മണ്ണുകൾ ഇവിടെ ലോറിയിൽ കൊണ്ടുവന്ന് നിറക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഇവിടെ ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ച് ഇതുപോലെ ഹൈവേയിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഭാഗം ലെവൽ ചെയ്ത് കൊണ്ട് വരുന്നുണ്ട്. മണ്ണ് ഇട്ട് ലെവൽ ചെയ്യുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്, വട്ടപ്പാറ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പോൾ ഇതാണ് ഇത്രയും ഭാഗത്തു നിന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ബാക്കിയുള്ള കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.